എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്ത് സ്ഥിതി ചെയ്യുന്ന കമ്പനികളുടെ ഉടമസ്ഥനായ സാബു ജേക്കബ് 2013 2020 എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണത്തിലേക്ക് നീങ്ങിയത്. അദ്ദേഹത്തിന്റെ വ്യവസായം സുഗമമായി നടത്തുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും ഭരണകക്ഷികളിൽ നിന്നും വെല്ലുവിളി നേരിടേണ്ടി വന്നപ്പോൾ ഇങ്ങനെ ഒരു പാർട്ടി രൂപീകരണത്തിലേക്ക് നീങ്ങുവാൻ നിർബന്ധിതനായി എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. 2015 പാർട്ടി രൂപീകരിച്ചു. കിഴക്കമ്പലം പഞ്ചായത്തിൽ മത്സരിച്ച് 19-ൽ 17 സീറ്റുകൾ നേടി ഭരണം പിടിച്ചു. തുടർന്ന് ആ പഞ്ചായത്തിൽ നടത്തിയ പ്രവർത്തനം പ്രശംസാർഹമായിരുന്നു. ആ പ്രവർത്തനം മൂലം തന്നെ തുടർന്നു വന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിൽ കുന്നത്തുനാട്, മഴുവന്നൂർ പഞ്ചായത്തുകളും അവിടെയും ഭരണം നേടി. 2020 മാതൃകാ പഞ്ചായത്തായി കിഴക്കമ്പലം പഞ്ചായത്തിനെ മാറ്റി. തുടർന്ന് 2020 വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ 2020 വിവിധ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കൊച്ചി കോർപ്പറേഷനിലും സ്ഥാനാർത്ഥികൾ നിർത്തി. കേരള നിയമസഭാ ഇലക്ഷനിൽ ഒരുപറ്റം MLA-മാരെ വരെ 2020 നേടുവാൻ കഴിയുമെന്ന് ആത്മവിശ്വാസത്തിലെത്തിയ സാബു ജേക്കബിന് ലോക്കൽ ബോഡി ഫലം നിരാശയാണ് നൽകിയത്. കുന്നത്തുനാട് പഞ്ചായത്തിലും മഴുവന്നൂർ പഞ്ചായത്തിലും ഭരണം നഷ്ടമായി. എന്നാൽ കിഴക്കമ്പലം പഞ്ചായത്ത് നേടിയതിനു പുറമെ അൾക്കറനാട് പഞ്ചായത്ത് തൂത്തുവാരി. തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലും മറ്റ് ചില പഞ്ചായത്തുകളിലും അക്കൗണ്ട് തുറന്നു. 2020 പരാജയങ്ങൾക്ക് കാരണം LDF-ഉം UDF-ഉം സംയുക്തമായി സ്ഥാനാർത്ഥികളെ നിർത്തിയെന്ന ആരോപണമാണ് സാബു ജേക്കബ് ഉന്നയിക്കുന്നത്. കേരളം ഭരിക്കുന്ന പാർട്ടിയായി 2020 മാറുമെന്ന് ഈ പാർട്ടി അനുഭാവികൾ മാത്രമല്ല, നിഷ്പക്ഷരായ വലിയൊരു പങ്ക് ജനങ്ങളും ചിന്തിച്ചിരുന്നു. അഴിമതിയില്ലാതെ സർക്കാർ ഭരണ സ്ഥാപനങ്ങളെ ഒരു വ്യവസായ മാതൃകയിൽ വിജയകരമായി വികസനങ്ങൾ നടത്തി ഫണ്ടുകളിൽ നീക്കുപാക്കി വരുത്തുന്ന രീതിയാണ് 2020 ആവിഷ്കരിച്ചതും മുന്നോട്ട് വെച്ചതും. കേരള സംസ്ഥാന സർക്കാർ ഭരണം 2020 നൽകിയാൽ നിലവിലെ കടബാധ്യത കുറച്ചു കൊണ്ടുവന്ന് കടബാധ്യത കുറവുള്ള സംസ്ഥാനമായി കേരളത്തെ മാറ്റുമെന്ന പ്രഖ്യാപനവും 2020 ഭാഗത്തു നിന്ന് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിരവധി ജനാധിപത്യ മതേതര വിശ്വാസികളായ ജനങ്ങൾ 2020 പിന്തുണച്ചത്.